ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണസദ്യ സീരീസിൽ കറികളിൽ ഓലൻ, വടക്കൂട്ടുകറി, മോര് ഇവയാണ് ഇനി കാണിക്കാനുള്ളത്. അത് മൂന്നും ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഓലനാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാണ് ഓലൻ. പയർ വേകുന്ന സമയം മാത്രമേ ഓലന് കൂടുതലായുള്ളൂ. മാക്സിമം ഒരു 20 മിനിറ്റ് മതി നമുക്ക് ഓലൻ തയ്യാറാക്കാൻ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് വൻപയറാണ്. അതൊരു 1/4 ഗ്ലാസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണം തടിയങ്ക, നിങ്ങളതിൽ കുമ്പളങ്ങയായ അതായാലും മതി. അടുത്ത് വേണ്ടത് 3 പച്ചമുളകാണ്. ഇനി അടുത്ത് വേണ്ടത് 1 ബൗള് തേങ്ങ. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഏതാണ്ട് 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാല് നമുക്ക് വേണം. ഇനി അടുത്ത് വേണ്ടത് കറി ലീവ്സ്, കോക്കനട്ട് ഓയിൽ, ഇനി ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്നില്ലേ വൻപയർ, അതൊരു കുക്കറിലേക്ക് ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിലായി. നമുക്കിനി പയറ് വെന്തോ നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ തടിയങ്ക, അതായത് കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും ഇട്ട് പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യം, കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ കേൾപ്പിച്ച് മാറ്റാം. 1 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രഷർ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കഷ്ണങ്ങൾ വെന്തോന്നൊന്ന് നോക്കാം. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കട്ടിപ്പാല് വേണമെന്ന് പറഞ്ഞില്ലേ, 1-ാം പാല്, അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ, തിളക്കരുത്, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ചൂടാക്കി അതിനുശേഷം നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണയും കുറച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഓലൻ കഴിഞ്ഞു. ഇതിനധികം ഇൻഗ്രീഡിയൻസും ഇല്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ തേങ്ങാപ്പാലിന്റെയും വൻപയറിന്റെ എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു ടേസ്റ്റും ഈ കറിക്കുണ്ട്. ഇനി നമ്മുടെ ഓണസദ്യ സീരീസിൽ വടക്കൂട്ടുകറിയും മോരും കൂടെ ഉള്ളൂ. അപ്പൊ ബാക്കി എല്ലാ കറികളും ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വടക്കൂട്ടുകറിയാണേ. നമ്മുടെ മലയാളികളുടെ സദ്യക്ക് ട്രിവാൻഡ്രംകാരുടെ സംഭാവനയാണ് വടക്കൂട്ടുകറി. വടക്കൂട്ടുകറിയും ബോളിയും മറ്റു സ്ഥലങ്ങളിലുള്ള സദ്യക്ക് സാധാരണ കാണാറില്ല. അപ്പോഴും നമുക്ക് വടക്കൂട്ടുകറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഈ ഉഴുന്ന് ഞാനിപ്പോ കാണിക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഒരു 3 മണിക്കൂറിന് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ 3 മണിക്കൂറിന് മുന്നേ കുതിർത്ത് വെച്ചേക്കണം. അടുത്ത് വേണ്ടത് 2 പൊട്ടറ്റോ ആണ്. മീഡിയം സൈസ് 2 പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിന്റെ അടുത്ത് വേണ്ടത് ഒരു വലിയ സവോള, അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് തേങ്ങയാണ്. 1 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അരച്ച് ആദ്യം ഒരു 3/4 ഗ്ലാസ് 1-ാം പാലെടുത്തു. പിന്നെ 2-ാം പാല് 2 ഗ്ലാസും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറി ലീവ്സ്, കോക്കനട്ട് ഓയിൽ. ഇനി പൊടികളാണ്: ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല പൊടി, കടുക് വറക്കാൻ ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്. ഇത്രയുമാണ് നമുക്ക് വടക്കൂട്ടുകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഉഴുന്നിനെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ സാധാ വടക്ക് അരക്കൂലേ, അതുപോലെ കുറേശ്ശെ വെള്ളം തളിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നന്നായിട്ട് അടിച്ചത് പൊങ്ങി വരണം. നമ്മൾ സാധാ വടക്കെടുത്തിട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിങ്ങനെ ഉരുട്ടാൻ പറ്റണം. ആ വിധത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. വെള്ളം കൂടുകയും ചെയ്യരുത്, എന്നാലോട്ട് കുറയുകയും ചെയ്യരുത്. അങ്ങനെ ഞാൻ അരച്ചെടുത്ത മാവാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ ചീനിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടാകുമ്പം നമുക്ക് ഉഴുന്ന് അതിലേക്ക് ഇടണം. ഇത് ഉഴുന്ന് വട പോലെ വലുതായിരിക്കില്ല, ചെറിയ ഉരുളയായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാം ബ്രൗണിഷ് കളറിൽ
ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണിത്, ഈ കളറിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉഴുന്നുമാവും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ എണ്ണ മാറ്റാൻ വരട്ടെ, നമുക്കിനി പപ്പടം കാച്ചണ്ടേ. അപ്പൊ നമുക്കിനി പപ്പടം കാച്ചെടുക്കാം. പപ്പടം കാച്ചുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പപ്പടം അങ്ങ് തീരെ കംപ്ലീറ്റ് പൊള്ളാതിരിക്കാൻ വേണ്ടി അതിലേക്ക് പപ്പടം കുത്തിവെച്ച് 2 ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് പപ്പടം കംപ്ലീറ്റ് പൊള്ളി വരൂല. അങ്ങനെ നമുക്ക് പപ്പടവും കൂടെ കാച്ചിയെടുക്കാം. അടുത്ത് നമുക്ക് കൂട്ടുകറി റെഡിയാക്കാം. അതിനുവേണ്ടി ഗ്യാസ് ഓൺ ആക്കി ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പൊട്ടറ്റോയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വേവിക്കുക. ഉരുളക്കിഴങ്ങ് ഒരു 1/4 വേഗമാകുമ്പം നമുക്ക് അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെയും അടച്ച് നമുക്ക് ബാക്കിയും കൂടെ വേഗം വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏതാണ്ട് 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ 1/4 ഗ്ലാസ് ഒന്നാം പാല്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട അതെല്ലാം കൂടെ ഇതിലേക്കിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിനൊന്ന് കടുവറക്കണം. നമ്മൾ ഇതിലൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കണം, വട കൂട്ടുകറിക്ക് ഗ്രേവി കുറച്ച് കൂടുതലായിരിക്കണം. കാര്യം വട ഇട്ടതിന് ശേഷം വടയിലെ ഗ്രേവി കുറച്ച് അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വട കൂട്ടുകറിക്ക് കടുക് വറക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് അത് ചൂടാകുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും കൂടെ മുറിച്ചിടാം, കൂടെ കറിവേപ്പില. അങ്ങനെ നമ്മൾ കടുവറുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിരിക്കുന്ന വടക്കൂട്ടുകറിയിലേക്ക് ഇട്ട് വടക്കൂട്ടുകറി ഫിനിഷ് ചെയ്യാം. നമ്മുടെ ഓണസദ്യ സീരീസിൽ ഇനി ലാസ്റ്റ് ഉള്ളതാണ് മോര്. രസം, മോര് എന്ന് പറയുന്നത് സദ്യയുടെ ഫിനിഷിംഗ് കറികളാണ്. അതിൽ ഞാൻ രസം കാണിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് മോരാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമോ? ഞാൻ ഇവിടെ 2 ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് വേണ്ടത് 2 പച്ചമുളക്, അടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറി ലീവ്സ്, ഇനി വേണ്ടത് ഉപ്പ്. ഇത്രയുമാണ് മോരിന് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് മിക്സിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടണം. കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അരിഞ്ഞിടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിന്റെ കൊത്ത് കിടന്നാൽ ഈ മോര് ഉപയോഗിക്കുമ്പം കുടിക്കുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ നമ്മുടെ ഓണം സീരീസിലെ കറികളെല്ലാം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പാലട മാത്രമേ ഉള്ളൂ. അപ്പം പാലട നമുക്ക് നാളെ നോക്കാം. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്ക് ഇടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.